ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇത് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചോണം. ഏതെല്ലാം ക്രൈസിസിലൂടെയാണെങ്കിലും നീ ഇതങ്ങോട്ട് മനസ്സിൽ വിശ്വസിച്ചോണം. എനിക്ക് എൻ്റെ കുടുംബത്തിന് ഒരു ഭാവിയുണ്ട്. അതുകൊണ്ടാണ് ജെറമിയ പ്രവചനം 29:11 നമ്മളെ പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? നമുക്കറിയാവുന്ന വചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരല്പസമയം കൂടെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. ദൈവം പറഞ്ഞിരിക്കുന്ന നിന്നെക്കുറിച്ചുള്ള പദ്ധതി, ഭാവി എങ്ങനെയാണ് വെളിപ്പെടുന്നത്? ഇതെങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്? ജെറമിയായുടെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു നിർത്തിയ വചനത്തിന്റെ തൊട്ടു താഴെയുള്ള 2 വചനങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ജെറമിയ 29:11 വായിച്ചു നിർത്തിയത്. 11 തൊട്ട് താഴത്ത് 12 and 13 12-ാം തിരുവചനം ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. എന്നിട്ട് അടുത്ത വചനം കൂടെ ശ്രദ്ധിച്ചേ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. അതായത് നമ്മളെ കുറിച്ചൊരു ഭാവി ഉണ്ട് എന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകി. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ ഭാവി, ഈ പദ്ധതി നീ അന്വേഷിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ നീ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ നീ അന്വേഷിക്കണം. എവിടെ അന്വേഷിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ നീ അന്വേഷിക്കണം. നിനക്കൊരു ഭാവിയുണ്ട്, നല്ല പദ്ധതി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത് എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അയൽക്കൂട്ടത്തിലും ചായക്കടയിലും തൊഴിലുറപ്പ് പദ്ധതി നടക്കുന്ന സ്ഥലത്താണോ അന്വേഷിക്കേണ്ടത്? അല്ല. പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ടാണോ അന്വേഷിക്കേണ്ടത്? അല്ല. പത്രം വായിച്ച് പത്രത്തിലാണോ എഴുതിയിരിക്കുന്നത്? അല്ല. നീ അന്വേഷിക്കേണ്ടത് നിന്റെ കയ്യിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവവചനത്തിലാണ്. ആമേൻ, ആമേൻ. അതാണ് നമ്മൾ അല്പസമയം പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ ജോഷുവയ്ക്ക് നൽകപ്പെട്ട ചില മേഖലകൾ, അനുഗ്രഹത്തിന്റെ മേഖലകൾ മനസ്സിലാക്കിയാൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് തെളിയും. അതായത് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം ഒന്ന് തുറന്നേ. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 1-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിൽ കർത്താവ് അതിസുന്ദരമായിട്ടുള്ള ഒരു വാഗ്ദാനം നൽകുകയാണ്. പ്രധാനമായും 5 വാഗ്ദാനങ്ങൾ, 5 ഭാവി ജീവിതത്തിന്റെ മേഖലകൾ, 5 പദ്ധതികൾ. അതായത് ജോഷുവയുടെ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ വെളിപ്പെടേണ്ട 5 മേഖലകൾ കൃത്യമായി കുറിച്ചു വെച്ചിട്ടുണ്ട്. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് പഠിച്ചോണം. 5 മേഖലകൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും സ്വീകരിക്കേണ്ട, ദൈവമേ, ജോഷുവയ്ക്ക് നൽകപ്പെട്ട ഈ ഭാവി, ഈ പദ്ധതി എൻ്റെ മേൽ സംഭവിക്കണം. അതിൽ 1-ാമത്തെ കാര്യമാണ് ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 3 3-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമല്ല ഞാൻ നിങ്ങൾക്ക് തരും. കണ്ടോ, നിന്റെ ഭാവി, നിന്റെ പദ്ധതി കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ 1-ാമത് പറയുന്ന കാര്യം, നീ കാലുകുത്തുന്ന ദേശമെല്ലാം നിന്റെ സ്വന്തമാകും, നിനക്ക് അധീനമാകും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം ഒന്ന് വായിച്ചേ. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. വലതുകരം ഉയർത്തിപ്പിടിച്ചേ. എന്തിനാണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമ്മൾ കാലുകുത്തുന്ന ദേശമെല്ലാം നമുക്ക് തരുമെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന വീട്, നമ്മുടെ കൃഷിസ്ഥലം, നമ്മുടെ ജീവിത വ്യാപാരങ്ങളുടെ മണ്ണ്, ഈ മണ്ണ് വചനം പറയാണ്, അത് നിനക്ക് തരും, അത് നിനക്ക് അധീനമാകും,
ആ മണ്ണ് അനുഗ്രഹിക്കപ്പെടും. നീ കാല് കുത്തുന്ന ആ മണ്ണ് അനുഗ്രഹിക്കപ്പെടും. വലതുകരം ഉയർത്തിപ്പിടിച്ചേ. ഓരോ വ്യക്തിയും ചിന്തിച്ചേ, നിന്റെ വീട്ടിൽ, നിന്റെ കൃഷിസ്ഥലത്ത്, നിന്റെ ജീവിത മണ്ഡലങ്ങളിൽ, നീ പോകുന്നിടങ്ങളിൽ ഇന്ന് അനുഗ്രഹമുണ്ടോ? അതോ ഏതെങ്കിലും തരത്തിലുള്ളൊരു പീഡ നിന്റെ വീടിനെ, നിന്റെ ജീവിത പ്രവൃത്തി മേഖലകളെ പീഡിപ്പിക്കുന്നുണ്ടോ? ഓരോരുത്തരും വലതുകരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കണം, എൻ്റെ വീട്ടിൽ എന്താണ് അവസ്ഥ? ഒരുപക്ഷെ നിന്റെ കൃഷിസ്ഥലത്ത് എന്താണ് അവസ്ഥ? തൊഴിലിടങ്ങളിൽ എന്താണ് അവസ്ഥ? ചില അവസ്ഥകൾ, ഭാരങ്ങൾ, ചില പൈശാചിക പീഡകൾ ഉണ്ടല്ലോ. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ സമർപ്പിക്കുന്നു. ജോഷുവായ്ക്ക് നൽകപ്പെട്ട വാഗ്ദാനം എൻ്റെ വീട്ടിൽ സംഭവിക്കട്ടെ, എൻ്റെ ജോലി സ്ഥലത്ത് സംഭവിക്കട്ടെ, എൻ്റെ കൃഷി സ്ഥലത്ത് സംഭവിക്കട്ടെ, എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ സംഭവിക്കട്ടെ, ഞാൻ ചവിട്ടിയിരിക്കുന്ന ഓരോ മണ്ണിൽ സംഭവിക്കട്ടെ. ജോഷുവായ്ക്ക് നൽകപ്പെട്ട വാഗ്ദാനം ഇതെന്നിൽ സംഭവിക്കട്ടെ. വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഇങ്ങോട്ട് നോക്കിക്കേ. ചില വീടുകളിൽ, ചില ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും അസ്വസ്ഥത, എപ്പോഴും അസ്വസ്ഥത. നമുക്കറിയാം, ഈ ഭൂമി മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാണ്. ഈ മണ്ണ് ഇത് ദൈവത്തിൻ്റെ സ്വന്തമാണ്. എന്നാൽ നമ്മൾ ഒരു ആത്മീയ മേഖല മനസ്സിലാക്കണം, എല്ലാ സ്ഥലവും വിശുദ്ധമല്ല. ചില സ്ഥലത്തുണ്ടല്ലോ, ചില സ്ഥലത്ത് ചെന്ന് നിന്നാ മതി, അപ്പം തന്നെ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? ചില സ്ഥലങ്ങൾക്ക് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. ഒരു പക്ഷേ ചില വീടുകളെ കുറിച്ചൊക്കെ പറയത്തില്ല, അയ്യോ അച്ഛാ, ആ വീട്ടിൽ ചെന്ന പ്രശ്നമാണ്. ചില വീട്ടിലെ മുറികളിൽ പ്രശ്നമാണ്. അച്ഛാ, ആ കൃഷിസ്ഥലത്ത് പ്രശ്നമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ അറിഞ്ഞിരിക്കണം, സാത്താൻ വെറുതെ ഇരിക്കത്തില്ല. അവൻ്റെ സർവ്വ കഴിവും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഒരു പൈശാചിക ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? വീട് പൂട്ടിയിട്ട് വേറെ വാടക വീട് തപ്പി ഇറങ്ങണം. ആണോ? കഷ്ടപ്പെട്ട് പണിത വീട്, ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ ചില പ്രശ്നങ്ങൾ, ആരൊക്കെയോ വന്ന് പറഞ്ഞിരിക്കുന്നു ഈ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. ഉടനെ നമ്മുടെ തലയ്ക്കകത്തോട്ട് അത് കയറി. പിന്നെ ഉറക്കം കിട്ടുന്നില്ല, ഭാരം, അസ്വസ്ഥത, ഞെരുക്കം, രോഗം, പീഡ. എന്തു ചെയ്യണം? വീട് പൂട്ടിയിട്ടിട്ട് പോണോ? അല്ല. നിന്റെ വീട്ടിൽ നീ പ്രാർത്ഥന ഉയർത്തിക്കഴിഞ്ഞാൽ, ആത്മീയ മേഖല വളർത്തിക്കഴിഞ്ഞാൽ പിശാച് ആ മണ്ണ് വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥന ഉയരുന്നതനുസരിച്ച്, പ്രകാശം നിറയുന്നതനുസരിച്ച് ഇരുട്ട് മാറാൻ തുടങ്ങും. ഇത് നമ്മൾ പഠിച്ചോണം. ഇന്ന് പല സത്യക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് വിട്ടുപോവുക. ഇത് വിട്ടുപോയാൽ വേറെ ചെല്ലുന്ന സ്ഥലത്ത് മെച്ചമുണ്ടെന്ന് എങ്ങനെ അറിയാം? നീ വേറെ ഒരു മണ്ണ് വാങ്ങി ഒരു വീട് പണിതു, അവിടെ സമാധാനം കിട്ടുമെന്ന് എങ്ങനെ അറിയാം? നീ ഇങ്ങനെ എത്ര നാളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും? ഓട്ടം നിർത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? നീ കാലുകുത്തുന്നിടത്ത് കർത്താവിൻ്റെ പ്രവൃത്തി നീ അനുഭവിക്കണം. ജോഷുവായോട് ദൈവം പറഞ്ഞു, ജോഷുവായെ, എടാ, നീ കാലുകുത്തുന്നിടം, നീ എവിടെ ചെന്ന് കാലുകുത്തുന്നുണ്ടോ അവിടത്തെ മണ്ണ് അത് അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് ആ വാഗ്ദാനം ഒന്ന് കൊടുത്തോണ്ട്, കൈ കൊടുത്തോണ്ട് പറഞ്ഞു, നീ കാലുകുത്തുന്നിടം അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞു കൊടുത്തേ. നീ കാലുകുത്തുന്നിടം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചോണം. ഇത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നല്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വാഗ്ദാനമാണ്. ജോഷുവായ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദാനം സ്വീകരിക്കണം. നിനക്കൊരു ഭാവി ഉണ്ടെന്ന് വചനം പറയുമ്പോൾ, ഈ ഭാവി പദ്ധതിയുടെ പ്രത്യേകത, ഈ മണ്ണ് നീ കാലുകൊത്തുന്നിടം അനുഗ്രഹിക്കപ്പെടും. ഒന്നാമത്തെ വാഗ്ദാനത്തെ, രണ്ടാമത്തെ വാഗ്ദാനം നമുക്ക് വായിക്കാം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം വായിച്ച്, ചാപ്റ്റർ 1 വേഴ്സ് 5. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ഏറ്റു പറഞ്ഞേ, എന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കൈതാത്തിക്കേ. ഇങ്ങോട്ട് നോക്കിക്കേ. നിന്നെ കരയിപ്പിക്കാൻ പറ്റുമോ? പറ്റും. നിന്നെ വിഷമിപ്പിക്കാൻ പറ്റും,
നിന്നെ കുത്തി മുറിവേൽപ്പിക്കാൻ പറ്റും, നിന്നെ അവഗണിപ്പിക്കാൻ പറ്റും, നിന്നെ ഒറ്റപ്പെടുത്താൻ പറ്റും, കറിവേപ്പില പോലെ മാറ്റിയിടാൻ പറ്റും. നീ മോങ്ങിക്കൊണ്ടിരിക്കും, ഇതൊക്കെ സംഭവിക്കും. പക്ഷേ നിന്നെ ആർക്കും തോപ്പിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയാ. ഇത് വിശ്വസിച്ചോണം. വചനം നൽകുന്ന ഉറപ്പാണ്. നിന്റെ ഭാവി ജീവിതത്തെ വെളിപ്പെടുത്തുന്നത് തിരുവചനത്തിലൂടെയാണെന്ന് പഠിക്കുമ്പോൾ ഇതാ തിരുവചനം പറയുവാണ്, എന്നെ ആർക്കും തോപ്പിക്കാൻ പറ്റിയല്ല. ശരിയാ, ചില കാര്യങ്ങൾ ഞെരുക്കമുണ്ട്, കരച്ചിലുണ്ട്, ദുഃഖമുണ്ട്, വിഷമമുണ്ട്, ഭാരമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ തോപ്പിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വാഗ്ദാനം സ്വീകരിച്ചോണം. മൂന്നാമത്തെ വാഗ്ദാനം ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം, ചാപ്റ്റർ 1:6 വായിച്ചേ. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. കണ്ടോ, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. വലതുകരം ഉയർത്തി പറഞ്ഞ, ഒരിക്കലും എന്നെ ദൈവം കൈവിടുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്നെ കൈ ഉണ്ടല്ലോ, കൈ വിടത്തില്ലെന്ന്. ഈ കയ്യിൽ ദൈവം പിടിച്ചിട്ടുണ്ടെന്ന് ഒരു നല്ല ഒന്നാന്തരം വചനമുണ്ട്. സങ്കീർത്തന പുസ്തകം സങ്കീർത്തനം 37-ന്റെ 24-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 37 അതിന്റെ 24-ാം തിരുവചനം. സങ്കീർത്തനം 37 അതിന്റെ 24-ാം തിരുവചനം. അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. അവൻ വീണേക്കാം, പക്ഷെ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വീഴും, പക്ഷേ അത് മാരകമായിരിക്കുകയില്ല. നീ വീണേക്കാം, നിനക്ക് പലതരത്തിലുള്ള ഞെരുക്കം ഉണ്ടാവും, പക്ഷേ അത് മാരകമായിരിക്കില്ല. കാരണം എന്താണെന്നറിയോ? കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന്. കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന് ഇത് വിശ്വസിക്കണം. നമ്മൾ ഈ കൈക്ക് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ അത് ഫീൽ ചെയ്യണം. ഈ കയ്യിലുണ്ടല്ലോ കർത്താവ് പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. ഒച്ചത്തിൽ പറഞ്ഞ ആമേൻ, ആമേൻ. പത്രോസ് വെള്ളത്തിൽ മുങ്ങിത്താണപ്പോൾ ആരാണ് പത്രോസിന്റെ കൈക്ക് പിടിച്ചത്? പത്രോസ് ആണോ ഈശോയുടെ കൈക്ക് പിടിച്ചത്? അതോ ഈശോയാണോ പത്രോസിന്റെ കൈക്ക് പിടിച്ചത്? ഈശോ. പത്രോസ് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നു. ആ മുങ്ങിത്താഴുന്ന കയ്യിലോട്ട് ഈശോ കയറി ഒറ്റപ്പെടുത്തം. പത്രോസ് ആ കയ്യേൽ ഇങ്ങനെ പിടിച്ചങ്ങോട്ട് നിന്നു. എന്നുള്ളത് പോലെ എൻ്റെ സഹോദര സഹോദരി, നീ വിശ്വസിച്ചോണം, എൻ്റെ കയ്യേൽ എൻ്റെ കർത്താവ് പിടിച്ചിട്ടുണ്ട്. ആമേൻ, ആമേൻ. അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആർക്കും എന്നെ തകർക്കാൻ പറ്റിയല്ല. ഞാൻ വീഴാം, പക്ഷേ അത് മാരകമായിരിക്കുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്ത വാഗ്ദാനം ഒന്ന് വായിച്ചേ. 4-ാമത്തെ വാഗ്ദാനം 1-ാം അധ്യായം 7-ാം തിരുവചനം. ഇതൊരു വാഗ്ദാനമാണ് കേട്ടോ. നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഭാവി ജീവിതത്തിൽ വെളിപ്പെടുന്നൊരു കാര്യമാണ് പറയുന്നത്. 1-ാം അധ്യായം 7-ാം തിരുവചനം വായിച്ചേ. 1:7. എന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അടുത്ത വചനം ശ്രദ്ധിച്ചോ. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. നീ ഒരു കാര്യം ചെയ്താൽ അത് വിജയമായിട്ട് മാറും. നമ്മളിൽ ചിലരുണ്ടല്ലോ ഇങ്ങനെ പറയാറില്ലേ, ഓ ഞാൻ എന്ത് ചെയ്താലും മൊത്തം പരാജയം. ഒരു ചെടി പോലും കിളിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കിളുക്കത്തില്ല, അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലര് വാഴക്കൊല വെട്ടിയാൽ അത് പഴുക്കിയല്ലെന്നാ പറയുന്നത്. എന്നിട്ട് അവര് പറയും അത്, അല്ലേ, ഓ ഞാനിത് ചെയ്താൽ ഇത് ശരിയാകത്തില്ല, ഞാനിത് ചെയ്താൽ ശരിയാകത്തില്ല, ഞാൻ എന്തെല്ലാം ചെയ്തോ അതെല്ലാം പരാജയം, ഞാൻ എന്തെല്ലാം ചെയ്തോ അതെല്ലാം പരാജയമാണ്. വചനം പറയാണ്, നിന്റെ സകല ഉദ്യമങ്ങളിലും നിനക്ക് വിജയം ഉണ്ടാവും. നീ ഏതൊക്കെ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതിലൊക്കെ നിനക്ക് വിജയമുണ്ടാവും. ഹല്ലേലൂയ. അപ്പൊ ജോഷുവയുടെ പുസ്തകത്തിൽ ഭാവിയെക്കുറിച്ച്, പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ 4-ാമത് കൊടുത്തൊരു വാഗ്ദാനമാണ്, നിനക്ക് വിജയമുണ്ട്. 5-ാമത്തെ വാഗ്ദാനം ഒന്ന് വായിച്ചേ. 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ തിരുവചനം വായിച്ചേ. ചാപ്റ്റർ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും
ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ. എന്നിട്ട് അടുത്ത കാര്യം കേട്ടോ. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ വരും. ആമേൻ. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ വരും. ആമേൻ. നീ എവിടെ പോയാലും നിന്റെ കൂടെ നിന്റെ ദൈവം വരും. ഇതൊരു വാഗ്ദാനമാണ്. നീ എവിടെ പോയാലും നിന്റെ കൂടെ ദൈവം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിച്ചോണം. ഞാൻ എവിടെ പോയാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ വരും, എൻ്റെ കൂടെ വരും. ഇത് ഒരു വ്യക്തി അനുഭവിച്ചറിയേണ്ട ഭാവി പദ്ധതിയെ കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മളൊരു കാര്യം അറിയേണ്ടത്. ജെറമിയ പ്രവചനം 29:11 നമ്മളൊരു കാര്യം പഠിച്ചു. എന്താണെന്നറിയാവോ? കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജോഷുവയുടെ മുമ്പിൽ ഈ പദ്ധതി ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ജോഷുവയോട് ഇതിനുള്ള സീക്രട്ടും കൂടെ പറഞ്ഞു കൊടുത്തു. ഇത് തുറക്കാനുള്ള ചാവി വേണ്ടേ? ഈ ഭാവി വെളിപ്പെട്ട് കിട്ടണ്ടേ? ഈ പദ്ധതി മനസ്സിലാവണ്ടേ? അതിനുള്ള ചാവി ഇതിനിടയിൽ കർത്താവ് കൃത്യമായിട്ട് കുറിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വചനം പഠിച്ചു. ജെറമിയ 29:13 ഒരു കാര്യം പഠിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ തേടണം. നീ തേടേണ്ടത് എവിടെയാണെന്ന് വചനം പറയുന്നു. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം വായിച്ചേ. ചാപ്റ്റർ 1:8. ഇതൊരു കീ പോയിന്റ് ആണ്. ഇതൊരു താക്കോലാണ്. ഈ താക്കോലിട്ട് തുറന്നു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ വാഗ്ദാനം എന്നാന്നൊന്ന് ശ്രദ്ധിച്ചേ. 1-ാം അധ്യായം 8-ാം വചനം ഒന്ന് വായിച്ചേ. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ ആധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിടികിട്ടിയോ? ഈ സാൻഡ്വിച്ച് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? 2 ബ്രെഡ് പീസ് വെച്ചിട്ട് അതിനിടയിൽ വെജിറ്റബിളോ മീറ്റോ അങ്ങനെ എന്തെങ്കിലും വെക്കും. സാൻഡ്വിച്ച്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനം ഒരു സാൻഡ്വിച്ച് രൂപത്തിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ മോൾത്തട്ടിലും താഴെത്തട്ട് വെച്ച് അതിൻ്റെ നടുക്ക് കൃത്യമായിട്ട് 8-ാം തിരുവചനത്തിൽ കൃത്യമായിട്ട് ഇതിൻ്റെ മർമ്മം വെച്ചിട്ടുണ്ട്. മർമ്മം എന്ന് പറഞ്ഞാൽ ഈ ഭാവി, ഈ പദ്ധതി നിനക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ജെറമിയ പ്രവചനം 29:13 പറഞ്ഞില്ലേ, നീ അന്വേഷിക്കണം. നീ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. എന്താ അന്വേഷിക്കേണ്ടെന്നറിയോ? വചനം പറയുന്നു, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ ആധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. എന്ന് പറഞ്ഞാൽ വചനം, ഈ വചനമാണ് നീ തേടേണ്ടത്. ഈ വചനം വായിക്കുന്നതനുസരിച്ച് നിന്റെ മുമ്പിൽ ഈ വാഗ്ദാനങ്ങൾ ഭാവി ഇങ്ങനെ വെളിപ്പെടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം വായിക്കുന്നതനുസരിച്ച്, വചനം ധ്യാനിക്കുന്നതനുസരിച്ച്, വചനത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് അനുസരിച്ച് നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരും. ഭാവി തെളിയും. നിന്റെ ഭാവി ജീവിതം തെളിയാൻ, പദ്ധതി തെളിയാൻ നീ ചെയ്യേണ്ട കാര്യം, നീ തിരുവചനം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. അത് നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വചനം ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തകനായ ദാവീദ് ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വായിച്ചാലോ? സങ്കീർത്തനം 1-ാം അധ്യായം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 1, അതിന്റെ 1-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 1:1. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. എന്നിട്ട് അടുത്ത കാര്യം, അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ
അതിനെക്കുറിച്ച് അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സാൻഡ്വിച്ച് മോഡലാണ്. ദേ 2 പീസ് ബ്രെഡ് വെച്ചതിന്റെ നടുക്ക് ദേ മീറ്റ് വെജിറ്റബിൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ കൃത്യമായിട്ട് സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ 1-ാം വചനം പറയുക, നീ ആരാ, നീ ഒരു ഭാഗ്യവാനാണ്. എന്നിട്ട് അടുത്തൊരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാവോ? അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, വചനത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. എന്നിട്ട് അതിന്റെ മുകളിലത്തെ ലെയർ എന്താണെന്നറിയാവോ? അതിന്റെ ഒരു ബ്ലെസ്സിങ് പറയുവാണ്. 3-ാം വചനം വായിച്ചേ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. കണ്ടോ? അതായത് നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം എന്നാണെന്നറിയാവോ? എൻ്റെ ഭാവി, എൻ്റെ ജീവിതത്തിലെ പദ്ധതികൾ, എൻ്റെ ജീവിതം വെളിപ്പെടുന്നത് ഞാൻ വചനം വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കറിയാവുന്ന വചനമാണെന്ന് വായിച്ച്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 3. നമുക്കറിയാവുന്ന വചനം ഏതാണ്? ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പാലിക്കുന്നവരും അനുഗ്രഹീതർ. കണ്ടോ? നിന്റെ ഭാവി ജീവിതം, അനുഗ്രഹത്തിന്റെ മേഖല, പദ്ധതി വെളിപ്പെടുന്നത് എപ്പോഴാ? ഈ വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ. ഈ പോട്ട ആശ്രമത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത? നിങ്ങളൊന്ന് പറഞ്ഞേ. എന്താണ് ഈ ധ്യാന കേന്ദ്രത്തിന്റെ പ്രത്യേകത? നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നവർ, ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ, എന്താ ഈ മണ്ണിന്റെ പ്രത്യേകത? ഈ കഴിഞ്ഞ ദിവസം ധ്യാനത്തിന് വന്നൊരു ചേച്ചി ധ്യാനത്തിന്റെ സമാപന ദിവസം സാക്ഷ്യം പറയുകയാണ്. അച്ചോ, ഞായറാഴ്ചയാണ് ധ്യാനം തുടങ്ങുന്നത്. ഈ ചേച്ചി ഞായറാഴ്ച രാവിലെ എത്തി. ഞായറാഴ്ച രാവിലെ ചേച്ചി ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ചേച്ചി എത്തി. ഈ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ് സാക്ഷ്യം. അച്ചോ, എൻ്റെ ശരീരത്തിൽ കഴിഞ്ഞ നാളുകളായി അലർജി രോഗം കാരണം ചൊറിഞ്ഞ് തടിച്ച് വിഷമിച്ച് ഭാരപ്പെട്ടാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ ശരീരം പുറത്ത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി അതനുസരിച്ചുള്ള വസ്ത്രവിധാനം, ഈ സ്ത്രീയുടെ വസ്ത്രവിധാനം ഒരു പ്രത്യേക ടൈപ്പാണ്. ഞാൻ പിന്നീട് അത് നോട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഈ കൈയൊന്നും കാണാതിരിക്കാൻ വേണ്ടി മൊത്തം ഇങ്ങനെ തുണി ഇങ്ങനെ ചുറ്റിയൊക്കെ വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ ഒരു പ്രത്യേകതര അലർജി രോഗം വന്നിട്ട് അസ്വസ്ഥമായ ഒരു ശരീരത്തോടുകൂടെ വന്ന സ്ത്രീ. ആ സ്ത്രീ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. അച്ചോ, ഞാൻ ആ ഗേറ്റ്, പോട്ടാശ്രമത്തിന്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിഞ്ഞുകൂടാ, എൻ്റെ ശരീരത്തിൽ ഐസ് വെക്കുന്നത് പോലത്തെ ഒരവസ്ഥ. അച്ഛാ, ഞാൻ ധ്യാനം വൈകുന്നേരം തുടങ്ങി, ഞാൻ രാവിലെ വന്ന് ഈ ഗേറ്റ് കടന്നപ്പോൾ, ഈ മണ്ണിലോട്ട് പ്രവേശിച്ചപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ ഐസ് വെക്കുന്നത് പോലത്തെ അവസ്ഥ. എന്നിട്ട് ഈ സ്ത്രീ ധ്യാനക്കാരുടെ മുമ്പിൽ തന്നെ 2 കരങ്ങളുമൊക്കെ തുറന്നു പിടിച്ച് ഈ ദൈവജനത്തെ കാണിക്കുകയാണ്. ദൈവജനമേ, നോക്കൂ, എൻ്റെ ശരീരത്തിൽ കഴിഞ്ഞ നാളുകളായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന അലർജി രോഗം എൻ്റെ കർത്താവ് എടുത്തു മാറ്റി എനിക്ക് സൗഖ്യം തന്നു. എപ്പോഴാണോ ഞാൻ ഈ ആശ്രമത്തിലോട്ട് കടന്നു വന്നത്, അപ്പോൾ മുതൽ. ഹല്ലേലൂയാ. നല്ലൊരു കൈയ്യടി കർത്താവായി സൗഖ്യം. എന്തു മനസ്സിലായി? നിങ്ങളൊന്ന് പറഞ്ഞേ, അതെന്ത് പരിപാടിയാ? ഈ ഗേറ്റ് കിടക്കുമ്പോൾ ആ ഗേറ്റിൽ എന്തെങ്കിലും മാജിക് ഉണ്ട്? എന്താ പ്രത്യേകത? ഈ മണ്ണിന്റെ പ്രത്യേകത എന്താ? വചനം. 24 മണിക്കൂറും വചനം തോരാത്ത മഴ പോലെ ഇങ്ങനെ വചനം പെയ്യുന്ന മണ്ണാണ്. വചനം പെയ്യുന്ന മണ്ണാണ്. അതുകൊണ്ട് എന്താ ഗുണം? ഈ വചനം പെയ്യുന്ന മണ്ണിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഈ വചനം നമ്മൾ അങ്ങോട്ട് കയറി പിടിക്കും. ചിലരെയൊക്കെ ധ്യാനത്തിന് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇഷ്ടമില്ല, അതായത് വീട്ടിൽ നിന്ന് തള്ളിക്കൊണ്ടുവന്നതാ. എന്നാൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുഖഭാവം മാറാൻ തുടങ്ങും, അവരുടെ ഭാരം മാറാൻ തുടങ്ങും. വചനത്തിന്റെ പ്രത്യേകത, വചനം ഓരോ വ്യക്തിയെയും ഇങ്ങനെ കൊളുത്തി പിടിക്കും. ആ വ്യക്തി ഇങ്ങനെ പിടിക്കും, ചേർത്ത് പിടിക്കും. ആ വചനം ആ വ്യക്തിയെ രൂപാന്തരീകരിക്കാൻ തുടങ്ങും. നിന്റെ ഭാവി ജീവിതം വെളിപ്പെടുന്നത്, നിന്റെ പദ്ധതി വെളിപ്പെടുന്നത് ഈ വചനം വായിച്ച് അഭിഷേകം പ്രാപിക്കുന്നതനുസരിച്ചാണ്.